ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രിയായിരുന്നു ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞൊരു ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്നൊരു സംഘടനയാണ് ഉണ്ടാക്കിയത്. ആ ലിസ്റ്റ് ഇപ്പൊ അവരുടെ തന്നെ ലിസ്റ്റ് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസസ് നിലവിലുള്ളത് ഏതൊക്കെ മുഖ്യമന്ത്രിമാർക്കെതിരെയാണെന്നും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസസ് ഇപ്പോൾ നിലവിലുള്ളത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിക്കെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ 89 കേസസ് ഉണ്ട്. അതിൽ 72 കേസസും വളരെ സീരിയസ് നേച്ചറുള്ള കേസസ് ആണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കേസസ് രണ്ടാമതുള്ളത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനെതിരെ ആണ്. അദ്ദേഹത്തിനെതിരെ 47 കേസസ് നിലവിലുണ്ട്. അതിൽ 11 കേസസ് വളരെ സീരിയസ് നേച്ചറിലുള്ളതാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസസ് ഉള്ളത് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് അഗേൻസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട് 19 കേസുകൾ നിലവിലുണ്ട്. അതിലും ഏതാണ്ട് 10ഓളം കേസുകൾ വളരെ സീരിയസ് നേച്ചറായിട്ട് ഉള്ള കേസുകളാണ്. നാലാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ളത് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യക്കെതിരെ ആണ്. അദ്ദേഹത്തിനെതിരെ 13 കേസസ് ആണ് നിലവിലുള്ളത്. അപ്പൊ ആദ്യത്തെ 4 മുഖ്യമന്ത്രിമാരും സൗത്ത് ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരാണ്. ഇനി അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ളത് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ അഗേൻസ്റ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിനെതിരെ 5 കേസുകളാണ് നിലവിലുള്ളത്. ആറാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ നിലവിലുള്ളത് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. ഏഴാം സ്ഥാനത്ത് ഉള്ള സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. അദ്ദേഹം ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയും 4 കേസസാണ് നിലവിലുള്ളത്. എട്ടാം സ്ഥാനത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അദ്ദേഹത്തിനെതിരെ 2 കേസസാണ് ഇപ്പോൾ നിലവിലുള്ളത്.